ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വീണ്ടും ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്, വേദിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഒനിയിലും അക്ബറും ജിസയിലും തമ്മിൽ ചില വാക്കുതർക്കം നടക്കുന്നുണ്ട്. അതായത് ആര്യനും ജിസയിലും തമ്മിലുള്ള ആ വിഷയം വീണ്ടും എടുത്തിട്ടുകൊണ്ട് ഒനിയിൽ പറയുകയാണ്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നത്. അങ്ങനെ അക്ബറും ജിസയിലും പല കാര്യങ്ങളും പറയുന്നു. ജിസയിൽ ഒനീലിനെതിരായി സംസാരിക്കുന്നു, എൻ്റെ മമ്മി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. അവസാനം ലാലേട്ടൻ പറയുകയാണ്, ഇതൊരു ഗെയിം ഷോയാണ്, ഇതൊരു ഗെയിമാണ്, ഒരിക്കലും ഡേർട്ടി ഗെയിം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഈ സീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്രത്തോളം കുൽസിതമായ കണ്ടൻറ്റുകൾ മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകർക്ക് മുൻപിലേക്ക് തരുന്നുള്ളൂ. കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കൂടുതലായും അവിടെ വരുന്നത്. എന്നാൽ ഈ ഒരു വിഷയം, ജിസയിലും ആര്യനും തമ്മിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് എന്നേ ലാലേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അത് വീണ്ടും എടുത്തിട്ടുകൊണ്ട് ഒനിയിൽ ഒരു കണ്ടൻ്റ് ആക്കുകയായിരുന്നു. ഒനിയിൽ ഒരുപക്ഷെ ഈ ഒരു ആര്യനും ജിസയിലും തമ്മിലുള്ള ഈ ഒരു ബോണ്ട് പുറത്ത് നെഗറ്റീവാണ് എന്നത് ഫാമിലി വീക്ക് വന്നതോടുകൂടി ഹിൻഡ് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെ കളിക്കാനുള്ളൊരു ഗെയിം, ഒരു ആയുധമായിട്ടായിരിക്കും ഈ ഒരു വിഷയത്തെ എടുത്തിട്ടത്. പക്ഷെ ഒനിയിൽ ഇന്ന് എവിക്റ്റ് ആവുന്നുണ്ട് എന്നത് നമുക്കറിയാൻ സാധിക്കുന്നു. അറിയില്ല, കാത്തിരുന്ന് കാണാം. എന്തായാലും തീർച്ചയായും ഇതൊരു ഗെയിമാണ്, ഒരിക്കലും ഡേർട്ടി ഗെയിം അല്ല എന്നത് പ്രേക്ഷകർ ആവർത്തിച്ച് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസിന് മാത്രം മനസ്സിലാവുന്നില്ല എന്നത് വളരെയധികം പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. ചില അൺഒഫീഷ്യൽ സൈറ്റുകളിലെ റിപ്പോർട്ട് പ്രകാരം ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജിസയിൽ എവിക്റ്റ് ആയി എന്നൊരു വാർത്ത കൂടി കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ജിസയിലിനെ എവിക്റ്റ് ആക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ആര്യനും ജിസയിലും തമ്മിൽ ഈ ഒരു ഇഷ്യൂ വീണ്ടും വരുന്ന സമയത്ത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണിത്. അവിടെ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഡേ ബൈ ഡേ കൂടുന്നതിനനുസരിച്ച് അത് ഷോയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. ജിസയിൽ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു, നല്ലൊരു എൻ്റർടൈനർ തന്നെയായിരുന്നു. ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ജിസയിൽ. പക്ഷേ നിർഭാഗ്യവശാൽ ജിസയിൽ എവിക്റ്റായി എന്ന വാർത്ത നമുക്ക് എന്നാലും കാത്തിരുന്ന് കാണാം. ആരായിരിക്കും എവിക്റ്റ് ആവുക, എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ഇന്ന് സംസാരിക്കുക എന്നതെല്ലാം ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.